Hi students, welcome to a new class. Today we are going to discuss pricing policies and methods of pricing policies. ആദ്യമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസിംഗ് പോളിസി എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ചാണ്. സെറ്റിംഗ് പ്രൈസസ് ഈസ് എ കോംപ്ലെക്സ് പ്രോബ്ലം. പ്രൈസിംഗ് എ പ്രൊഡക്റ്റ് ഈസ് എ കോംപ്ലെക്സ് പ്രോബ്ലം ഇൻ മാർക്കറ്റിംഗ്. മാർക്കറ്റിങ്ങിൽ ഒരു ഉൽപ്പന്നത്തിന് വില നിശ്ചയിക്കുക എന്നുള്ളത് വളരെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. പ്രൈസിംഗ് ഡിസിഷൻ ഈസ് ക്രിട്ടിക്കൽ നോട്ട് ഓൺലി ഇൻ ദ ബിഗിനിങ് ബട്ട് ഇറ്റ് മസ്റ്റ് ബി റിവ്യൂവ്ഡ് ആൻഡ് റീഫോർമുലേറ്റഡ് ഫ്രം ടൈം ടു ടൈം. പ്രൈസിംഗ് ഡിസിഷൻ എന്നുള്ളത് വിലയുമായി ബന്ധപ്പെട്ട ഒരു ഉൽപ്പന്നത്തിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ വിലയുമായി ബന്ധപ്പെട്ട തീരുമാനമെന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ്. നോട്ട് ഓൺലി ഇൻ ദ ബിഗിനിങ്, ഒരു ഉൽപ്പന്നത്തിൻ്റെ തുടക്കത്തിൽ മാത്രമല്ല, ബട്ട് ഇറ്റ് മസ്റ്റ് ബി റിവ്യൂവ്ഡ് ആൻഡ് റീഫോർമുലേറ്റഡ് ഫ്രം ടൈം ടു ടൈം. സമയാസമയത്ത് എന്ത് ചെയ്യണം? ഉൽപ്പന്നത്തിൻ്റെ വില റിവ്യൂ ചെയ്യുകയും റീഫോർമുലേറ്റ് ചെയ്യുകയും വേണം. ഓൺ ദ ബേസിസ് ഓഫ് ദി മാർക്കറ്റ് കണ്ടീഷൻ ആൻഡ് അതർ ഫാക്ടേഴ്സ്, കൺസിഡറിങ് അതർ ഫാക്ടേഴ്സ്, ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ഷുഡ് ബി റിവ്യൂവ്ഡ്, ഷുഡ് ബി റീഫോർമുലേറ്റഡ് ഫ്രം ടൈം ടു ടൈം. ഓരോ സമയത്ത് എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ച് കൊണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസിൽ റിവ്യൂ ചെയ്യണം, റീഫോർമുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ചില സമയങ്ങളിൽ ഇൻ സം സിറ്റുവേഷൻ എ കമ്പനി നീഡ് ടു റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ചില സമയത്ത് ഉൽപ്പന്നത്തിൻ്റെ വില കുറയ്ക്കേണ്ടതായിട്ട് വരും. സംടൈംസ് ദ കമ്പനി ക്യാൻ ഇൻക്രീസ് ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ചില സമയങ്ങളിൽ എന്ത് ചെയ്യേണ്ടി വരും? കമ്പനിയുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുവാനുള്ള അവസരമുണ്ടാവും. സോ ഫ്രം ടൈം ടു ടൈം, ഓരോ സമയത്ത് എന്ത് ചെയ്യേണ്ടതുണ്ട്? അത് ഫോർമുലേറ്റ് ചെയ്ത് റിവ്യൂ ചെയ്യണം. പ്രൈസിങ് ഡിസിഷൻ എന്ത് ചെയ്യണം? ഒരു ഉൽപ്പന്നത്തിൻ്റെ പ്രൈസ് റിവ്യൂ ചെയ്യുകയും റീഫോർമുലേറ്റ് ചെയ്യുകയും വേണം. Therefore, a sound pricing policy must be adopted to attain the objectives of the firm. ഒരു സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സൗണ്ടായിട്ടുള്ള, പ്രോപ്പറായിട്ടുള്ള, ജെന്യൂനായിട്ടുള്ള ഒരു പ്രൈസിംഗ് പോളിസി അത്യാവശ്യമാണ്. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് ലീഡ് ടു പ്രൈസിംഗ് പോളിസീസ് ആൻഡ് സ്ട്രാറ്റജീസ്. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് പ്രൈസിംഗ് പോളിസിയിലേക്കും പ്രൈസിംഗ് സ്ട്രാറ്റജിയിലേക്കും എന്ത് ചെയ്യുന്നു? വഴിതെളിക്കുന്നു. പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്സ് വിലയിടുന്നതുമായി ബന്ധപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യുന്നു? പ്രൈസിംഗ് പോളിസീസ് വിലയുമായി ബന്ധപ്പെട്ട നയങ്ങളിലേക്ക്, വിലയിടുന്നതുമായി ബന്ധപ്പെട്ട തന്ത്രങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? നയിക്കുന്നു എന്നാണ് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ആർ ബ്രോഡ് ആൻഡ് ജനറൽ. ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത് എന്താണ്? ബ്രോഡാണ്, അതുപോലെ ജനറലാണ്. ബട്ട് പോളിസീസ് ആർ കോൺക്രീറ്റ്. പോളിസീസ് എന്നുള്ളത് എന്താണ്? കോൺക്രീറ്റ് ആണ് എന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു കൻഡിഫ് ആൻഡ് സ്റ്റിൽ, pricing policies provide the guidelines within which the pricing strategy is formulated and implemented. പ്രൈസിംഗ് പോളിസീസ് എന്ത് ചെയ്യുന്നു? ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജിക്ക് എന്ത് ചെയ്യുന്നു? പ്രൈസിംഗ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇൻ ഷോർട്ട്, pricing policy is the policy adopted to determine the price of the product. പ്രൈസിംഗ് പോളിസി എന്ന് വെച്ചാൽ വിലയിടുന്നതുമായി ബന്ധപ്പെട്ട നയം എന്ന് വെച്ചാൽ അതൊരു നയമാണ്. അഡോപ്റ്റഡ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ് ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട്, തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നയമാണെന്ത്? പ്രൈസിംഗ് പോളിസി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇറ്റ് ഈസ് ദ ജനറൽ ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് പ്രൈസിംഗ് ഡിസിഷൻസ് ആർ ടേക്കൺ. വിലയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന പൊതുവായിട്ടുള്ള ഒരു ചട്ടക്കൂടാണെന്ത്? പ്രൈസിംഗ് പോളിസീസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ വി ആർ മൂവിങ് ടു ദി മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ്. മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ഓർ പ്രൈസിംഗ് പോളിസീസ്. ദർ ആർ 3 ബേസിക് പ്രൈസിംഗ് പോളിസീസ്. പ്രധാനമായും അടിസ്ഥാനപരമായി 3 തരത്തിലുള്ള പ്രൈസിംഗ് പോളിസികളാണ്, വിലയുമായി ബന്ധപ്പെട്ട നയങ്ങളാണ് ഉള്ളത്. ഒന്ന് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയാണ്. രണ്ടാമത്തേത് ഡിമാൻഡ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയാണ്. തേർഡ് വൺ കോമ്പറ്റീഷൻ ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയാണ്. കോസ്റ്റ്, ചിലവ്, ഒരു പ്രൊഡക്ഷൻ കോസ്റ്റുമായി ബന്ധപ്പെട്ട, ഒരു പ്രൊഡക്റ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ആവശ്യമായ ടോട്ടൽ കോസ്റ്റുമായി ബന്ധപ്പെട്ട
പ്രൈസിംഗ് പോളിസിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി. ദ പോളിസി ഓഫ് സെറ്റിംഗ് പ്രൈസ് എസെൻഷ്യലി ഓൺ ദ ബേസ് ഓഫ് ടോട്ടൽ കോസ്റ്റ് പെർ യൂണിറ്റ് ഈസ് നോൺ ആസ് കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. ഒരു ഉൽപ്പന്നം ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ പെർ യൂണിറ്റ് ഒരു ഉൽപ്പന്നത്തിന് എത്ര കോസ്റ്റ് വരുന്നു എന്ന് കണക്കാക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന രീതിയാണിത് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഫോർ മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് വിച്ച് ഫാൾ അണ്ടർ ദി കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസി. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് പോളിസിയിൽ എന്ത് ചെയ്യുന്നു? 4 മെത്തേഡ് ഓഫ് പ്രൈസിംഗ് ആണുള്ളത്. 4 രീതിയിൽ എന്ത് ചെയ്യുക? കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസി പ്രകാരം 4 രീതിയിൽ പ്രൈസിംഗ് ചെയ്യാൻ സാധിക്കും, ഉൽപ്പന്നങ്ങൾക്ക് വിലയിടുവാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തേതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് പോളിസി. ദിസ് ഈസ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് യൂസ്ഡ് ഫോർ പ്രൈസിംഗ്. ഉൽപ്പന്നങ്ങൾക്ക് വിലയിടുന്നതിന് വേണ്ടിയിട്ട് പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഇത് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്നുള്ളത്. അണ്ടർ ദിസ് മെത്തേഡ്, ഈ മെത്തേഡ് പ്രകാരം ദ പ്രൈസ് ഈസ് കമ്പ്യൂട്ടഡ് ബൈ ആഡിങ് എ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ടു ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് പെർ യൂണിറ്റ്. ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൈസ് കമ്പ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കണക്കാക്കുന്നത് എങ്ങനെയാണ്? ബൈ ആഡിങ് സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ടു ദ കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്റ്റ് പെർ യൂണിറ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ, ഒരു ഉൽപ്പന്നത്തിൻ്റെ ചിലവിൻ്റെ കൂടെ അഡീഷണൽ ആയിക്കൊണ്ട് നിശ്ചിത ശതമാനം പ്രോഫിറ്റ് കൂടി ആഡ് ചെയ്യുന്ന രീതിയാണിത്. ഉൽപ്പന്നത്തിൻ്റെ ചിലവിൻ്റെ കൂടെ നിശ്ചിത തുക കൂടി, നിശ്ചിത പെർസെൻറ്റേജ്, നിശ്ചിത ശതമാനം ലാഭം ആഡ് ചെയ്യുന്ന രീതിയാണ് ഇത്. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? കോസ്റ്റിൻ്റെ കൂടെ സർട്ടൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്, ലാഭവും കൂടി ആഡ് ചെയ്യുന്നു. കോസ്റ്റ് ഇൻക്ലൂഡ്സ് പ്രൊഡക്ഷൻ കോസ്റ്റ്, ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സഡ്. കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിൽ എന്തൊക്കെ ഉണ്ടാവും? വേരിയബിൾ ആയിട്ടുള്ളതും ഫിക്സഡ് ആയിട്ടുള്ള എല്ലാ കോസ്റ്റുകളും ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ്, ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് എല്ലാം ഉണ്ടാവും എന്നാണ് പറയുന്നത്. ദ മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് മാർജിൻ പ്രൈസിംഗ് ഓർ ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ഓർ മാർക്കപ്പ് പ്രൈസിംഗ്. ഈ കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് രീതി എന്ത് ചെയ്യുന്നു? മാർജിൻ പ്രൈസിംഗ് എന്നും ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് എന്നും മാർക്കപ്പ് പ്രൈസിംഗ് എന്നുമൊക്കെ അറിയപ്പെടുന്നു. ഇറ്റ് ഈസ് പോപ്പുലർ ഇൻ ഹോൾസെയിൽ ട്രേഡ് ആൻഡ് റീറ്റെയിൽ ട്രേഡ്. മൊത്ത വ്യാപാരത്തിലും ചില്ലറ വ്യാപാരത്തിലും സാധാരണയായി ഉപയോഗിച്ചു വരുന്നതാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് എന്ന് പറയുന്ന രീതി. അടുത്തതായി നോക്കാം എന്തെല്ലാമാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ ഗുണങ്ങൾ എന്നുള്ളത്. ഫസ്റ്റ് വൺ, അപ്രോപ്രിയേറ്റ് വെൻ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫോർകാസ്റ്റ് ദ ഫ്യൂച്ചർ ഡിമാൻഡ്. ഭാവിയിലെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് മുൻകൂട്ടി തീരുമാനിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അപ്പോൾ ഉപയോഗിക്കാവുന്ന ഒരു മാർഗമാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. സെക്കൻഡ് വൺ, ഇറ്റ് ഗ്യാരണ്ടി റിക്കവറി ഓഫ് ദി കോസ്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ കോസ്റ്റ് റിക്കവർ ചെയ്യുമെന്ന് ഉറപ്പാക്കുന്ന രീതിയാണ് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ്. ഇതൊരു സേഫസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അതുപോലെ തന്നെ ഇറ്റ് എൻഷ്യൂർസ് സ്റ്റെബിലിറ്റി ഇൻ പ്രൈസിംഗ്. ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ എന്ത് ചെയ്യുന്നു? ഒരു സ്ഥിരത വരുത്തുവാൻ എന്ത് ചെയ്യുന്നു? സാധിക്കുന്നു എന്നുള്ളതാണ്. ദെൻ വി ആർ മൂവിങ് ടു ദി ഡിസ്അഡ്വാൻറ്റേജസ്. എന്തെല്ലാമാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ദിസ് മെത്തേഡ് ഇഗ്നോർസ് ദ എഫക്റ്റ് ഓഫ് ഡിമാൻഡ്. ഈ മെത്തേഡ് എന്ത് ചെയ്യുന്നു? കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് ഡിമാൻഡിൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യുന്നു? ഇഗ്നോർ ചെയ്യുന്നു, അതിനെ ഒഴിവാക്കി കളയുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ ഫോഴ്സസ് ഓഫ് മാർക്കറ്റ് ആൻഡ് കോമ്പറ്റീഷൻ. മാർക്കറ്റിനെയും മാർക്കറ്റിലെ ഫോഴ്സുകളെയും കോമ്പറ്റീഷനെയും ഒന്നും എന്ത് ചെയ്യുന്നില്ല? ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല. ദിസ് മെത്തേഡ് യൂസസ് ആവറേജ് കോസ്റ്റ്. ആവറേജ് കോസ്റ്റ് എന്നുള്ള രീതിയാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഇതൊക്കെ ഡിസ്അഡ്വാൻറ്റേജസ് ആണ് കോസ്റ്റ് പ്ലസ് പ്രൈസിങ്ങിൻ്റെ. രണ്ടാമത്തേതാണ് ടാർഗറ്റ് പ്രൈസിംഗ് എന്നുള്ളത്. അണ്ടർ ദിസ് മെത്തേഡ് ദ കോസ്റ്റ് ഈസ് ആഡഡ് വിത്ത് എ പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ്. ഈ മെത്തേഡ് പ്രകാരം എന്ത് ചെയ്യുന്നു? കോസ്റ്റ് ഈസ് ആഡഡ് വിത്ത് എ പ്രീ ഡിറ്റർമൈൻഡ് ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ. മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേണ്, നമ്മൾ നിക്ഷേപിച്ച മൂലധനത്തിൻ്റെ ക്യാപിറ്റലിന് മുകളിൽ എന്ത് ചെയ്യുന്നു? നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ള ടാർഗറ്റ് റേറ്റ് ഓഫ് റിട്ടേൺ ഉണ്ടാവും, ലാഭവിഹിതം ഉണ്ടാവും. അതിൻ്റെ കൂടെ കോസ്റ്റ് ആഡ് ചെയ്യുന്ന രീതിയാണ് ഇത്. ഇൻ ദിസ് കേസ് ദ കമ്പനി എസ്റ്റിമേറ്റ് ഫ്യൂച്ചർ സെയിൽസ്, ഫ്യൂച്ചർ കോസ്റ്റ് ആൻഡ് കാൽക്കുലേറ്റ് ടാർഗറ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ
ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആഫ്റ്റർ ടാക്സ്. ഈ മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, കമ്പനി ഭാവിയിലുണ്ടാകുന്ന ഫ്യൂച്ചർ സെയിൽസ് അല്ലേ, ഫ്യൂച്ചർ സെയിൽസിനെ ഫ്യൂച്ചർ കോസ്റ്റിനെയൊക്കെ എന്ത് ചെയ്യുന്നു, എസ്റ്റിമേറ്റ് ചെയ്യുന്നു. മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ ടാക്സ് കഴിച്ചിട്ട് എത്രത്തോളം ലാഭം കിട്ടുമെന്നും കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ മെത്തേഡിനെ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ് എന്നും എന്ത് ചെയ്യുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. ടാർഗറ്റ് പ്രൈസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നോക്കുന്നത്. ദിസ് മെത്തേഡ്സ് ഗ്യാരണ്ടീസ് എ സെർട്ടൈൻ റേറ്റ് ഓഫ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. നിക്ഷേപത്തിന് മുകളിൽ നിശ്ചിത ശതമാനം ലാഭവിഹിതം ഉറപ്പാക്കുന്ന മെത്തേഡാണ് ഇത്. ദിസ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ പ്രൈസിങ് ന്യൂ പ്രൊഡക്റ്റ്. പുതിയ പ്രൊഡക്റ്റുകൾക്ക് പ്രൈസിങ്ങിന് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, പ്രൈസ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു മെത്തേഡാണിത്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പ്രിൻസിപ്പൾ അപ്ലൈഡ് ഇൻ ദിസ് മെത്തേഡ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ഒരു മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് എ ലോങ് ടേം പ്രൈസിംഗ് പോളിസി. ലോങ് ടേം, ദീർഘകാലത്തേക്കുള്ള വിലയുമായി ബന്ധപ്പെട്ട നയമാണ് ഇത്. ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ടാർഗറ്റ് പ്രൈസിങ്ങിൻ്റെ. ഒന്ന്, നോട്ട് പ്രാക്ടിക്കൽ വെൻ ദർ ഈസ് ടഫ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റ്. മാർക്കറ്റിൽ ടഫ് കോമ്പറ്റീഷൻ, വളരെ വലിയ കിടമത്സരമുണ്ട് എങ്കിൽ ആ സമയത്ത് ഇത് പ്രാക്ടിക്കൽ അല്ല. ദിസ് മെത്തേഡ് ഇഗ്നോർസ് ദ ഡിമാൻഡ് ഓഫ് ദി പ്രോഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ ഡിമാൻഡ് എന്നൊരു കാര്യത്തെ എന്ത് ചെയ്യുന്നു, ഈ മെത്തേഡ് ഇഗ്നോർ ചെയ്യുന്നു, ഒഴിവാക്കി കളയുന്നു മനഃപൂർവ്വം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പ്രീ ഡിറ്റർമൈൻ ദ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ്. ഉൽപ്പന്നത്തിൻ്റെ ചിലവ് പ്രീ ഡിറ്റർമൈൻ ചെയ്യുക, മുൻകൂട്ടി തീരുമാനിക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അടുത്തതാണ് മൂന്നാമത്തെ ടൈപ്പാണ് കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ്. കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിങ്ങിലെ മൂന്നാമത്തെ പ്രൈസിംഗ് മെത്തേഡാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് എന്നുള്ളത്. അണ്ടർ ബോത്ത് ഫുൾ കോസ്റ്റ് പ്രൈസിംഗ് ആൻഡ് റേറ്റ് ഓഫ് റിട്ടേൺ പ്രൈസിംഗ്, the prices are set on the basis of total cost. Under marginal cost pricing, the price is determined on the basis of marginal or variable cost. നേരത്തെ പറഞ്ഞ രണ്ട് പ്രൈസിംഗ് രീതികളിലും വേരിയബിൾ കോസ്റ്റിനെയും ഫിക്സഡ് കോസ്റ്റിനെയും, അതായത് ടോട്ടൽ കോസ്റ്റിനെ എന്ത് ചെയ്യുന്നു, പരിഗണിക്കുന്നുണ്ട്. എന്നാൽ മാർജിനൽ കോസ്റ്റിംഗ് പ്രൈസിൽ എന്ത് ചെയ്യുന്നു, മാർജിനൽ ഓർ വേരിയബിൾ കോസ്റ്റ്, ഒരു പ്രൊഡക്റ്റിൻ്റെ വേരിയബിൾ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ഫിക്സഡ് കോസ്റ്റ് ആർ ടോട്ടലി എക്സ്ക്ലൂഡഡ്. ഈ മെത്തേഡിൽ എന്ത് ചെയ്യുന്നു, ഫിക്സഡ് കോസ്റ്റിനെ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നേയില്ല, അതിനെ ഒഴിവാക്കുന്നു. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് വേരിയബിൾ കോസ്റ്റ് പ്രൈസിംഗ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റ് പ്രൈസിംഗ് എന്ന് അറിയപ്പെടുന്നുണ്ട്. എന്തെല്ലാമാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. വെരി യൂസ്ഫുൾ ഇൻ എ കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. ഒരു കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൈസിംഗ് രീതിയാണിത്. ഇറ്റ് ഈസ് പെർട്ടിക്കുലർലി യൂസ്ഫുൾ വെൻ ദ പ്രൊഡക്റ്റ് ഹാവ് ലോ ഡിമാൻഡ്. ഉൽപ്പന്നങ്ങൾക്ക് വളരെ കുറഞ്ഞ ഡിമാൻഡേ ഉള്ളൂവെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണിത്. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ടു പ്രൈസിംഗ് ഓവർ ദ ലൈഫ് സൈക്കിൾ ഓഫ് എ പ്രൊഡക്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഒരു പ്രൈസിംഗ് സ്ട്രാറ്റജിയാണിത്. It is the most suitable method of short run pricing. The method is useful at the time of introducing a new product. ഒരു പുതിയ പ്രൊഡക്റ്റിനെ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്. ദെൻ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്. എന്തൊക്കെയാണ് മാർജിനൽ കോസ്റ്റ് പ്രൈസിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫേംസ് മെ നോട്ട് ബി ഏബിൾ ടു കവർ അപ്പ് ദ കോസ്റ്റ് ആൻഡ് ഏൺ എ ഫെയർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. നിക്ഷേപത്തിന് മുകളിൽ എന്ത് ചെയ്യുക, ചിലവുകളെ കവർ ചെയ്യാനോ അല്ലെങ്കിൽ മുടക്കുമുതൽ തിരിച്ചു പിടിക്കാനോ അല്ലെങ്കിൽ മിതമായൊരു വരുമാനം കിട്ടുവാനോ സാധിക്കില്ല. ഇറ്റ് റിക്വയർസ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്കിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടായിരിക്കണം. വെൻ കോസ്റ്റ് ആർ ഡിക്രീസിങ് ദിസ് മെത്തേഡ് നോട്ട് സൂട്ടബിൾ ബിക്കോസ് ഇറ്റ് വിൽ റിസൾട്ട് ലോസ്. കോസ്റ്റ് കുറയുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഇവിടെ ലോസിനുള്ള സാധ്യതയുണ്ട്. ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ ലോങ് റൺ. ലോങ് റണ്ണിലേക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മെത്തേഡ് അല്ല എന്ത് ഈ പറയുന്നത്. ദി നെക്സ്റ്റ് വൺ കോസ്റ്റ് ഓറിയൻറ്റഡ് പ്രൈസിംഗ് മെത്തേഡിലെ നാലാമത്തേതാണ് ബ്രേക്ക് ഇവൻ പ്രൈസിംഗ്.
ബ്രേക്ക് ഇവൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നോ പ്രോഫിറ്റ് നോ ലോസ് അല്ലേ. ഇറ്റ് ഈസ് എ പൊസിഷൻ, ഇറ്റ് ഈസ് എ പോയിന്റ് വേർ നോ പ്രോഫിറ്റ് നോ ലോസ്. ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് ഈസ് ആൻ അക്കൗണ്ടിംഗ് pricing methodology in which the price point at which the product will earn zero profit is calculated. In other words, it is the point at which the cost is equal to the revenue. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ ചെലവും അതിലെ വരവും തുല്യമാകുന്ന ഘട്ടമാണ് ഇത് ബ്രേക്ക് ഇവൺ പ്രൈസിംഗ് എന്നുള്ളത്. സീറോ പ്രോഫിറ്റ് കിട്ടാത്ത സീറോ പ്രോഫിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായ കോസ്റ്റും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനവും തുല്യമാകുന്ന അവസ്ഥയാണിത്. ബ്രേക്ക് ഇവൻ പ്രൈസിംഗ് ഈസ് ആൻ അക്കൗണ്ടിംഗ് പ്രൈസിംഗ് മെത്തഡോളജി in which the price point at which a product will earn zero profit is calculated. In other words, the point is which is equal to the revenue. Cost of is equal to the revenue. അത്രയുമാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ട് കോസ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രൈസിംഗ് മെത്തേഡുകളെ കുറിച്ച് പറഞ്ഞു, പ്രൈസിംഗ് പോളിസി എന്താണെന്ന് പറഞ്ഞു, കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് പോളിസിയിൽ 4 പ്രൈസിംഗ് പോളിസിയെക്കുറിച്ച് പറഞ്ഞു. ഒന്ന് കോസ്റ്റ് പ്ലസ് പ്രൈസിംഗ് പോളിസി, രണ്ടാമത്തേത് ടാർഗറ്റ് പ്രൈസിംഗ് പോളിസി, മൂന്നാമത്തേത് മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ്, നാലാമത്തേത് ബ്രേക്ക് ഇവൺ പ്രൈസിംഗ്. 4 തരത്തിലുള്ള പ്രൈസിംഗ് സ്ട്രാറ്റജീസാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മെത്തേഡ്സ് ഓഫ് പ്രൈസിംഗ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അണ്ടർ ദി കോസ്റ്റ് ബേസ്ഡ് പ്രൈസിംഗ് മെത്തേഡ്. സോ ഇത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.